ബെനീസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സ്വിറ്റ്സർലൻഡിലെ യുങ്ഫ്രോ എന്ന ടോപ്പ് ഓഫ് യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ആൽപൈൻ സെൻസേഷനാണ്. ഈ ഇടനാഴി സ്പെനിക്സ് ഹാളിനും ഐസ് പാലസിനും ഇടയിൽ പൂർണ്ണമായും പർവ്വതത്തിനുള്ളിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രത്യേക അനുഭവ വഴിയാണ്. ഇവിടെ കയറുന്ന നിമിഷം മുതൽ തന്നെ വ്യത്യസ്ത ലോകത്തിലേക്ക് കടക്കുന്ന പോലെയാണ് തോന്നുന്നത്. ചുറ്റുമുള്ള ഈ ലൈറ്റിങ്ങും സൗണ്ട് ഇഫക്റ്റുകളും ശ്രദ്ധിക്കൂ. മഞ്ഞുമലകളുടെ ആത്മാവും ആൽപൈൻ പ്രകൃതിയുടെ സൗന്ദര്യവും നമ്മെ പൂർണ്ണമായി പൊതിയുന്നു. നമ്മുടെ ഈ മലയുടെ മുകളിലത്തെ ഒരു പ്രോട്ടോടൈപ്പാണ് നമ്മൾ മുമ്പേ കണ്ടത്. ഉള്ള എല്ലാ സാധനങ്ങളും ട്രെയിനും അതുപോലെ തന്നെ കേബിൾ കാറും എല്ലാം അതിനകത്ത് കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണുന്ന ചിത്രങ്ങളും പ്രദർശനങ്ങളും യുങ്ഫ്രോ റെയിൽവേയുടെ ചരിത്രമാണ് പറയുന്നത്. അതായത് 1 നൂറ്റാണ്ടിലധികം മുമ്പ് മനുഷ്യൻ എത്ര കഠിനമായ സാഹചര്യങ്ങളിൽ ഈ പർവ്വതത്തിനുള്ളിലൂടെ തുരങ്കങ്ങൾ വെട്ടി ലോകത്തെ അത്ഭുതപ്പെടുത്തി എന്നുള്ളത്. ഇപ്പം നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ കയറി നിന്നാൽ മതി. ഈ ഓട്ടോമാറ്റിക് നമ്മൾ നിൽക്കുന്ന ഭാഗം അങ്ങോട്ട് ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എസ്കലേറ്റർ പോലത്തെ ഒരു സാധനം എസ്കലേറ്റർ ഈ നിരപ്പുള്ള പ്രദേശത്തോടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ പല കലാവിരുതുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പല പെയിൻറ്റിങ്സുകളും ഒക്കെയുണ്ട്. അതിലേക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മുകളിൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ ഓരോ ഈ മലമുകളിലെ ഓരോ സ്ഥലങ്ങളെ പടങ്ങളാണ് ഇവിടെ പിന്നെ ഒപ്പിവെച്ചിരിക്കുന്നത്. അവിടുത്തെ ഐസും പെട്ടെന്ന് ഉള്ളവർ നടന്നു പോകുന്നുണ്ട്. നമ്മുടെ എസ്കലേറ്ററെ കഴിഞ്ഞ് സ്പീഡിലാണ് നടന്നു പോകുന്ന ആൾക്കാർ അങ്ങെത്തുന്നത്. ഇത് അന്നത്തെ കാലത്ത് ഇവിടെ ഈ പാറ തുറന്ന് ട്രെയിൻ ഓടാനുള്ള തുരങ്കം നിർമ്മിച്ചവരുടെയൊക്കെയുള്ള ആ ഒരു പടങ്ങളൊക്കെയാണ്. അന്നത്തെ കാലത്തെ ഒരു എങ്ങനെയായിരുന്നു ഈ മല കിടന്നിരുന്നത്. നോക്കുക, വലതുവശത്തെ പടത്തിലേക്ക് നോക്കൂ. അന്ന് മഞ്ഞിൻ്റെയും എല്ലാം മുകളിലൂടെയാണ് അവർ ഇതെല്ലാം ഈ തുരങ്കം പാറ കീറിമറിച്ച് ഇങ്ങനെ എത്തിച്ചത്. നമ്മളവിടെ എസ്കലേറ്ററിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് മറ്റൊരു ലോകത്തേക്കാണ് എത്തുന്നത്. പാറയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു തൊഴിലാളി കാണിക്കുന്ന ഒരു ശില്പ ഇൻസ്റ്റലേഷനാണിത്. ഇവിടെ കാണുന്ന ഈ പകുതി മനുഷ്യരൂപം യുങ്ഫ്രോ റെയിൽവേ പണിയാൻ മലയുടെ ഉള്ളിൽ ജോലി ചെയ്ത തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്നതാണ്. മഞ്ഞും പാറയും നിറഞ്ഞ ഈ പർവ്വതത്തിനുള്ളിൽ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ ഒരു നിശബ്ദ സ്മാരകമാണിത്. പാറയിലൂടെയും ഹിമത്തിലൂടെയും തുരങ്കം നിർമ്മിച്ച കന്നിത്തൊഴിലാളികളുടെയും മറ്റു തൊഴിലാളികളെയും ഇത് പ്രതീകപ്പെടുത്തുന്നു. പകുതി ശരീരരൂപം മനഃപൂർവ്വമാണ്. അവർ പർവ്വതത്തിനുള്ളിൽ ആഴത്തിൽ അങ്ങനെ പ്രവർത്തിച്ചുവെന്ന് ഇത് കാണിക്കുന്നു. പലപ്പോഴും പാറയ്ക്കും ഹിമത്തിനും ഇരുട്ടിനും ഇടയിൽ അവർ കുടുങ്ങി. എന്തുകൊണ്ട് അതിവിടെ സ്ഥാപിച്ചിരിക്കുന്നത്? യുങ്ഫ്രോയുടെ നിർമ്മാണത്തിന് പിന്നിലെ മനുഷ്യരുടെ സാക്രിഫൈസിനെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ്. നിരവധി തൊഴിലാളികൾ അതിശൈത്യം, അപകടങ്ങൾ, എന്നിവ മൂലം ജീവഹാനി നേരിട്ടു. നമ്മളിപ്പോൾ ഇവിടെ ഈ കാണുന്നത് ഇവിടെ നിർമ്മിച്ച അന്നത്തെ കുറേ ഫോട്ടോകളും ഈ മാനുവലായിട്ട് അതിന് ഉപയോഗിച്ച ആയുധങ്ങളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത കൺവെയറിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. ഈ ചുവരുകളിൽ കാണുന്ന സ്മാരക ഫലങ്ങൾ ശ്രദ്ധിച്ചോ? ഈ മലയുടെ നെഞ്ചിനുള്ളിലൂടെ റെയിൽവേ പണിയാൻ ജീവൻ പോലും പണയപ്പെടുത്തിയ തൊഴിലാളികൾക്ക് നൽകിയ ആദരാഞ്ജലിയാണിത്. അതൊരു നിമിഷം നമ്മളെ നിശബ്ദരാക്കും.
ഇപ്പോൾ നമ്മൾ നീങ്ങുന്ന ഈ മൂവിങ് വാക്ക് വേ കഥ പറയുന്ന ഒരു യാത്ര പോലെയാണ്. ലൈറ്റുകളും ദൃശ്യങ്ങളും ചേർന്ന് ആൽഫൈൻ ലോകത്തിലൂടെ ഒഴുകിപ്പോകുന്ന ഒരനുഭവം. അന്നത്തെ ചുരുങ്ങിയ ഇതുണ്ട്, ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് പണിതാണിത്. അന്നവർ ഈ പാറ തുരന്ന് ഈ റെയിൽവേക്കുള്ള തുരങ്കം നിർമ്മിച്ചതിൻ്റെ അതിൻ്റെ ഒരു ഫോട്ടോകളൊക്കെയാണ് കാണുന്നത്. അന്നത്തെ ഫോട്ടോകളുണ്ട്. അതാണ് ഈ പാറ തുറക്കാൻ ഉപയോഗിച്ചിരുന്ന ആ യന്ത്രം. എൻ്റെ സർവേയുടെ എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു മൂവിങ് ഇതോടെ കഴിഞ്ഞു. മൂവിങ് വാക്കവേ കഴിഞ്ഞു. ഇനി നമുക്ക് നടന്ന് തന്നെ പോകണം. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഇവിടെ പിന്നെ ഇത് എന്നാ ഇഞ്ചുറി തന്നെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും പിന്നെ ഫാറ്റലായിട്ടുള്ള ഇഞ്ചേർഡായിട്ടുള്ള വർക്കേഴ്സാണ്. അവരുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട്, ഇൻ മെമ്മറി ഓഫ് ദി ഫാറ്റലി ഇഞ്ചേർഡ് വർക്കേഴ്സ്, അവരുടെ സ്മരണയ്ക്കായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകളാണ്. അവരുടെ പേരും വർഷവും 854 ജനിച്ച് 1899 വരെയാണ് ജീവിച്ചത്. അങ്ങനെ അതുപോലെ ഇവിടെ അതുപോലെയുള്ള മരണമോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് അതുപോലെയുള്ള ഇഞ്ചേർഡായിട്ടുള്ള വളരെ മാരകമായിട്ട് ഇഞ്ചേർഡായിട്ടുള്ള ആൾക്കാരുടെ പേരും അവരുടെ ആ ജനിച്ചപ്പോഴോ അല്ലെങ്കിൽ മരിച്ചുള്ള വർഷങ്ങളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. എന്താണേലും ഈ ഒരു ഭഗീരഥ പ്രയത്നം നടത്തിയ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറൊന്നും ഇല്ലായിരുന്ന കാലത്ത് ഇതുപോലെ ഒരു തുരങ്കം നിർമ്മിച്ച് ലോകത്തെ വിസ്മയിപ്പിച്ച ഇരുട്ടിലും ഐസിലും ഒക്കെ ജീവൻ നഷ്ടപ്പെട്ടും ഒരു ഇഞ്ചേർഡായും ഒക്കെ നഷ്ടപ്പെട്ട അവരുടെ പ്രയത്നങ്ങളെ ആദരിച്ചുകൊണ്ടാണ് അവരുടെ പേരുകളും അവരുടെ എല്ലാം കൊത്തി ഇവിടെ വച്ചിരിക്കുന്നത്. The highest altitude കാസ്റ്റ് കേവ് ഇൻ യൂറോപ്പ് 3482 മീറ്ററിൽ ഉള്ള കേവാണിത്. നമ്മൾ മുന്നോട്ട് യാത്ര തുടരുവാണ്. ഇവിടെ ഒരു ചെറിയ പാലം പോലെയാണ്, ഗ്ലാസ് ബ്രിഡ്ജ് പോലെയാണ്. താഴെ വഴി ലെഫ്റ്റ് റൈറ്റിലേക്ക് വേറൊരു ഗുഹ പോകുന്നുണ്ട്. നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്ന ഇവിടുത്തെ ഐസ് പാലസ് ആണ്. ഐസ് പാലസിനകത്ത് ഐസ് മാത്രമേ ഉള്ളൂ. മൊത്തം നമ്മൾ അതിനകത്ത് കയറിയാൽ അതുപോലെ തണുപ്പാണ്. ഐസ് പാലസിന് മുമ്പ് വരെ കൊണ്ട് ഈ കാഴ്ച തീരുവാണ്. ഇതാണ് ഇവിടുത്തെ ഒരു എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളത് കാണിച്ചിരിക്കുന്നത്.
നമ്മൾ ഇതിനു മുമ്പ് കയറിയത് ആ ടോപ്പി കാണുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ അതിൻ്റെ ടെറസിൽ നിന്നുണ്ടായിരുന്നു നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ അവിടുന്ന് താഴോട്ട് ഇറങ്ങി പിന്നെ ഈ തുരങ്കം വഴി നടന്നാണ് ഈ ആൽഫൈൻ സൺസെറ്റ് ഇതെല്ലാം കണ്ടിട്ടാണ് ഐസ് പാലസിലേക്ക് പോകുന്നത്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ വീഡിയോയുടെ ഏതാണ്ട് ഈ ഭാഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. നമ്മളിനി ഐസ് പാലസിലേക്കുള്ള യാത്രയാണ്. ഐസ് പാലസിൻ്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.